ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബാലചന്ദ്രൻ. ഊരിൻ്റെ മക്കൾ എന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നേരെ കാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ കാട്ടിനകത്തൊക്കെ മണ്ണിൽ പുറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സീസണിൽ കുമ്മൾ ഇപ്പോഴും മഴ സമയത്ത് പൊടിയുന്നതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കാനായിട്ടാണ് കാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത് കാണുമെങ്കിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പോകാം നമുക്ക് നേരെ കാട്ടിലോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നല്ലൊരു ചെടി ഇവിടെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇവിടെ ഒന്നും കാണാനില്ല, അപൂർവമായി ഉള്ളു. എല്ലാം നശിച്ചു പോയി. നല്ല രസമുണ്ട് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഇതിപ്പം പുതിയതായിട്ട് വെട്ടിയൊരു തടവാണ്. ഈ തടത്തിൽ കൂടെയാണ് ആന അങ്ങോട്ട് ഇവിടെ രാത്രിക്ക് നടക്കുന്നത്. അതുകൊണ്ട് ആന ചവിട്ടിക്കൊണ്ട് പോയതാണിത്. 2 ദിവസം മുമ്പ് ചവിട്ടി പോയതാണ്. അപ്പോൾ ഇവിടെ താഴെ കുറേ പ്ലാവുകളുണ്ട്. ആ പ്ലാവിൽ നിന്ന് മൂട്ടി നിന്ന ചക്കകളെല്ലാം ആന പറിച്ച് തിന്ന് തീർത്ത്. അപ്പോൾ ഈ കാണുന്ന പ്ലാവിൽ നിറച്ച് മൂട്ടിൽ ചക്ക ഉണ്ടായിരുന്നു. അതെല്ലാം ആന പറിച്ച് തിന്ന് തീർത്ത്. അപ്പോൾ ഇത് കാണുന്ന മാവിൻ്റെ വീടാണ്. ഈ അപ്പുറം 2 വീടുണ്ട്. പക്ഷേ എങ്കിലും ആന ഇതിനിടെ കൂടെ വന്ന് ഈ പ്ലാവിലുള്ള ചക്ക പറിച്ച് തീർത്തിട്ട് തിന്നിട്ട് ഈ റോഡിൽ കൂടെയൊക്കെയാണ് അങ്ങോട്ട് നടക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ കാട്ടിൻ്റെ അടുത്ത് എത്താറായി. അങ്ങനെ കാട്ടിലോട്ട് കയറി. അപ്പോൾ ഈ കിടക്കുന്നതാണ് പരണ്ടവള്ളി. ഇത് നമ്മൾ നേരത്തെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഈ പരണ്ടവള്ളി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവിടെ ആ മരത്തിനകത്ത് എന്തോ അവിടെ നല്ല കുംഭകാനയാണ്. അത് നോക്കിയതാണ് എന്താണെന്ന്. അത് ഒരു മല തന്നെയായിരുന്നു. അത് എന്നെ കണ്ടിട്ട് അങ്ങോട്ട് അസ്ത്രമിട്ട് ഓടണുണ്ട്. ഇത് പന്നി ഇവിടെ കിടന്ന് ഉഴുതു മറിഞ്ഞതാണ് ഈ കാണുന്നത്. അങ്ങനെ വേറെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കാണുന്നതാണ് ഓടക്കുമ്പൾ എന്ന് പറഞ്ഞ കുമ്പളാണ്. നമ്മൾ ഓടപ്പഴം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓടവള്ളി തന്നെയാണ് ഈ കുമ്പൾ ഇങ്ങനെ പൂക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറം തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ വിഴുക്കുണ്ടാക്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിൽ നിന്നാണ് ഈ കുമ്പളിങ്ങനെ പൊടിച്ച് വരുന്നത്. ഇത് പിഞ്ചാവനാണ് ആരാ പറിച്ച് കളഞ്ഞിട്ട് പോയതാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്നെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചത്. ഇത് ഉപയോഗമില്ല, കളയാം. അപ്പോൾ ഓടവള്ളിയുടെ കാണിച്ചു തരാം. ഈ കിടക്കുന്നതാണ് ഓടവള്ളി. അപ്പോൾ നമ്മൾ എല്ലാ വള്ളിയിൽ നിന്നും ഈ ഓടക്കുമ്പൾ പൂക്കുന്നതല്ല. ഈ ചില മിക്കവാറും വള്ളികളിൽ ഈ ഓട ഇങ്ങനെ കുമ്പൾ പൂക്കാറുള്ളൂ. അതിൻ്റെ വേരിൽ നിന്നാണ് ഈ കുമ്പൾ പൂക്കുന്നത്. അപ്പോൾ ഈ അതിൻ്റെ ഓടക്കായാണ് ഈ കിടക്കുന്നത്. ഇത് പച്ചയാണ്, ഇതിൽ കടിച്ച് താഴെ തള്ളിയിട്ടതാണ്. ഇത് പഴുക്കുന്ന നേരത്തെ നമ്മൾ നേരത്തെ കണ്ട ഓടക്കുമ്പളിൻ്റെ കളർ തന്നെ മഞ്ഞ കളറായിരിക്കും. ആ പുറം തൊലിൻ്റെ മഞ്ഞ കളറായിരിക്കും. ഇതാണ് ഓടപ്പഴം എന്ന് പറയുന്ന പഴം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ട ആ ഓടവള്ളിയും ഓടക്കുമ്പളും ഓടപ്പഴവും. അപ്പോൾ നമ്മൾ നോക്കി വന്ന കുമ്പൾ പൂക്കണ പുറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിലൊന്നും കുമ്പൾ പൊടിഞ്ഞിട്ടില്ല ഇതുവരെയും. അങ്ങനെ 2 കൂട്ടുകാർ എന്നെ കണ്ടിട്ട് അങ്ങനെ മെല്ലെ താഴോട്ട് ഇറങ്ങി വരണുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കാടിക്കണ അട്ടയാണ്. ഇതാണ് കടുപുഴു എന്ന് പറഞ്ഞ പുഴു. എൻ്റെ കാലിൻ്റെ മണം അടിച്ചതും അവിടെ നിന്ന് നല്ല സ്പീഡിനാണ് വന്നത്. പക്ഷേ ഞാനപ്പോഴും തന്നെ മാറിപ്പോയി. അങ്ങനെ നമ്മൾ കാട്ടിൽ കൂടെയൊക്കെ നോക്കി കിടന്നിട്ട് എവിടെയും കുമ്മൾ പോലും ഇതുവരെ കണ്ടില്ല. നമ്മളിങ്ങനെ നോക്കി ഇവിടെ ഒരു കൊച്ചു കുമ്മൾ കണ്ട് ഇപ്പം ക്യാമറ ഇവിടെ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഒരു കൊച്ചു കുമ്മൾ ഇതായിരിക്കുന്നത്. ഇത് നമ്മൾ കറിയിക്കാൻ എടുക്കുന്ന കുമ്മളല്ല, ചെറിയൊരു കൊച്ചു കുമ്മളോടെ വിരിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കി വന്നതിൻ്റെ ഫലം ഇവിടെ കണ്ടെത്തി. നമ്മൾ ഇവിടെ ഒരെണ്ണമുണ്ട്, 2. അങ്ങനെ നമുക്ക് രണ്ട് കുമ്മൾ കിട്ടി. പിറ്റ കുമ്മൾ എന്നെ തോന്നുന്നു. എന്തൊരു കുമ്മളുണ്ടോ, പെട്ടെന്നായിരുന്നു 2 എണ്ണം പറിച്ചു. നമുക്ക് 2 ഇതാണ് കുമ്മൾ. 2 നമ്മളെ കിട്ടി. കുമ്മളായിരിക്കാൻ സാധ്യത. കുമ്മളാണെങ്കിൽ നമ്മൾ 2 എണ്ണം പറിച്ചെടുത്തു. കയ്യിരിക്കട്ടെ, 2 എണ്ണം കിട്ടിയ. അങ്ങനെ കിട്ടിയ 2 കുമ്മളും പറിച്ച് നമ്മൾ മേലോട്ട് നടന്നു വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ്. എന്തായിരുന്നു, ചെടിയിൽ നല്ലൊരു കായൊക്കെ പഴുത്ത് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അതിന് അടുത്തായിട്ട് തന്നെ കാട്ടുപോത്ത് 1 ലോഡ് ചാണകം ഉണ്ടെന്ന് തോന്നുന്നു തൂറിയിട്ടേക്കണത്. അപ്പോൾ അതിന് വളമായിരിക്കും ആ ചെടിക്ക്. അതൊക്കെ കണ്ടിട്ട് മേലോട്ട് പിന്നെ നടന്നു വന്ന സമയത്താണ് കാട്ടുകോഴിക്കാരെ കല്ല് കളിച്ചിരിക്കുന്നത് ഒരു സമയത്ത്. അങ്ങനെ നമ്മൾ കുളിക്കാനൊക്കെ വരുന്ന തോട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് ആക്കരെ കാണുന്ന വിട്ടിയിൽ ശരിക്കും വിട്ടിപ്പഴമുണ്ട്. നമ്മൾ കുളിക്കാൻ വരുന്ന സമയത്തൊന്നും നമുക്ക് ഇതിന് സമയം കിട്ടില്ല പറിക്കാൻ. ഇന്നത്തെ നേരം നമുക്ക് അതിൻ്റെ മണ്ടയിൽ കയറി കുറച്ച് പറിക്കണം. അങ്ങനെ കയറാം നമ്മൾ മണ്ടയിലോട്ട്. അങ്ങനെ ഒരു പരുവത്തിൽ അതിൻ്റെ മണ്ടയിൽ എങ്ങനെയാണ് കയറി എത്തി. അപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ട് കയറി. നല്ല രസമുണ്ട്. താഴെ കാണുക നമ്മൾ തോടാണ്, കുളിക്കുന്ന തോടാണ്. ഇപ്പോൾ ഒരു ആറ്റിൻ്റെ അത്ര വെള്ളമുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്. എൻ്റെ കഴുത്ത് ശരിക്കും അങ്ങനെ പഴുത്ത് കിടപ്പുണ്ട്, നിറച്ച് പഴുത്തിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ കാണാൻ പറ്റും. അക്കരെ കാണുന്ന വഴി കൂടെ 2 പേര് നടന്ന് വരണുണ്ട്. പക്ഷേ ആ മരം
മരത്തിൻ്റെ മൂടി വഴിയിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അവർ എന്നെ കാണുമെന്ന്. ഞാൻ മണ്ടയിൽ കയറിയിരിക്കുന്നത്. അവരൊന്ന് തോട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇടപോണ്ടേ ഇടപോണ ഇഷ്ടപോണൊക്കെ ഇതേക്ക് ശരിക്കും നോക്കിയത് കുമ്പള നോക്കാൻ പോയടേ കിട്ടില്ലേ? കുമ്പള നോക്കാൻ വേണ്ടി അങ്ങനെ നോക്കി എടുത്തു പോയത്. അങ്ങനെ ഞാൻ ഒരു കൊമ്പ് വെട്ടി താഴെ ഇട്ട് 5-6 പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അതിന് പൂവേൻ്റെ ഇലയൊക്കെ എടുത്ത് പറിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ കുളിക്കാനും കൂടെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറി എല്ലാം പറിച്ച് നല്ലവണ്ണം പഴുക്കാനൊന്നും താമസിക്കില്ല. അന്ന് അടിയായിരുന്നു ഒരെണ്ണം പഴുത്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ആണ്ട് നിറച്ചിടുന്നിട്ട് ആർക്കും വേണ്ട. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ വിട്ടി പഴം എന്ന് പറയുന്ന പഴം. അപ്പോൾ ഇങ്ങനെ കാട്ടിൽ കുറേ അധികം പഴങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വിട്ടി മരം എന്ന് പറയുന്ന ആ മരത്തിലുള്ള പഴമാണിത്. അപ്പോൾ നമ്മൾ കാട്ടിനകത്ത് ഇതേപോലെ ഒട്ടും വിഷമില്ലാത്ത കഴിക്കാൻ പറ്റുന്ന പഴങ്ങളും നിരവധി കാഴ്ചകളും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ.